Good morning, children. CBSE deducted some of our geography chapters also. We have already completed 2 chapters from our geography textbook. Now we are going to learn our next geography chapter, manufacturing industries. It is a 6th chapter from our geography textbook. Before studying this chapter, we want to understand what is manufacturing. Production of goods in large quantities after processing from raw materials to more valuable products is called manufacturing. For example, paper is manufactured from wood, sugar from sugarcane, iron from iron ore, and aluminium from bauxite. Which are the 3 sectors of economy? Primary, secondary, and tertiary. പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അതിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്രൈമറി ആക്ടിവിറ്റീസ് ആണ്. അതായത് അഗ്രികൾച്ചർ, ഫിഷിംഗ്, മൈനിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. അതേപോലെ സെക്കൻഡറി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് മാനുഫാക്ചറിങ് സെക്ടറാണ്. അതായത് ഫാക്ടറികളൊക്കെ ആ സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ്. തേർഡ് സെക്ടർ ടെർഷ്യറി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് പ്രൊവൈഡിങ് ആയിട്ടുള്ള സെക്ടറാണ് ഇത് പറയുന്നത് ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത്. People employed in the secondary activities manufacture the primary materials into finished products. The workers employed in steel factories, car, breweries, textile industries, bakeries, etc. fall into this category. In this chapter, we are mainly concerned with the manufacturing industries which fall in the secondary sector. The economic strength of a country is measured by the development of manufacturing industries. ഒരു രാജ്യത്തെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ മെഷർമെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തെ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ വ്യവസായ മേഖലയ്ക്ക് എന്തുമാത്രം പുരോഗതിയുണ്ടോ അത്രയും സാമ്പത്തിക വളർച്ച ആ രാജ്യത്തിന് ഉണ്ടാവും. നെക്സ്റ്റ് we are going to learn the importance of manufacturing. Manufacturing sector is considered the backbone of development in general and economic development in particular, mainly because manufacturing industries not only help in modernizing agriculture, which form the backbone of our economy, they also reduce the heavy dependence of people on agricultural income by providing them jobs in secondary and tertiary sectors. ഇപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. മോഡേണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രികൾച്ചറിന്റെ മേഖലയിൽ നമുക്കറിയാം ഇപ്പോൾ പല മെഷീനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഇതെല്ലാം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളുടെ ആ മേഖലയിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യുക മാത്രമല്ല മാനുഫാക്ചറിങ് സെക്ടർ ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് അഗ്രികൾച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെ കൂടി പ്രൈമറി, സെക്കൻഡറി സെക്ടറിലെ ജോലിക്ക് പ്രാപ്തരാക്കുക എന്നുള്ളൊരു കാര്യം കൂടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ചെയ്യുന്നുണ്ട്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി ഫ്രം അവർ കൺട്രി. നമ്മുടെ രാജ്യത്തു നിന്ന് ദാരിദ്ര്യവും അതേപോലെ തന്നെ തൊഴിലില്ലായ്മയും നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ്. അതിന്റെ കാരണം എന്താ? ഇൻഡസ്ട്രികൾ അല്ലെ ഫാക്ടറികൾ ഒരുപാട് ഉണ്ടായി കഴിയുമ്പം തൊഴിലില്ലാത്ത ആൾക്കാർക്കൊക്കെ ജോലിയാവും. അത് മുഖാന്തരം അവരുടെ ദാരിദ്ര്യം മാറും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പബ്ലിക് സെക്ടർ കമ്പനികളും അതുപോലെ ജോയിന്റ് സെക്ടർ കമ്പനികളും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇറ്റ് വാസ് ഓൾസോ എയിംഡ് അറ്റ് ബ്രിങ്ങിങ് ഡൗൺ റീജിയണൽ ഡിസ്പാരിറ്റീസ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ട്രൈബൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസ്. ഇത് കൂടാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ഓരോ ഏരിയകൾ തമ്മിൽ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള ഡിസ്പാരിറ്റീസ് ഇല്ലാതിരിക്കാനായിട്ട് ട്രൈബൽ ഏരിയാസിലും അതോടൊപ്പം തന്നെ ബാക്ക്വേർഡ് ഏരിയാസിലും ഒക്കെ എന്ത് സ്ഥാപിക്കാറുണ്ട്? ഫാക്ടറികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ സ്ഥാപിക്കാറുണ്ട്. നെക്സ്റ്റ് റീസൺ എക്സ്പോർട്ട് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് എക്സ്പാൻഡ്സ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് ബ്രിങ്സ് ഇൻ മച്ച് നീഡഡ് ഫോറിൻ എക്സ്ചേഞ്ച്. മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? ഈ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ട്രേഡിനെ, കൊമേഴ്സിനെ
എക്സ്പാൻഡ് ചെയ്യിക്കുന്നുണ്ട്. അതെങ്ങനെയാ? ഈ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പല മാനുഫാക്ചറിങ് പ്രോഡക്ട്സും നമ്മൾ പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അത് നമ്മുടെ വ്യാപാര വാണിജ്യ മേഖലകൾക്ക് വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ മണി നമ്മുടെ രാജ്യത്തേക്ക് കൂടുതൽ വരാനായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇത് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത്. Countries that transform their raw materials into a wide variety of finished goods of higher value are prosperous. India's prosperity lies in increasing and diversifying its manufacturing industries as quickly as possible. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രോസ്പെരിറ്റി ഉള്ള രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിയുള്ള രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ റോ മെറ്റീരിയൽസിന് ഏറ്റവും നല്ല രീതിയിൽ പല വെറൈറ്റീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന രാജ്യങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കോണമിക്കലി ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഇന്ത്യയുടെ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിവൃദ്ധി എന്ന് പറയുന്നതും അത് തന്നെയാണ്. എന്താ? നമ്മുടെ രാജ്യത്തെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രോസ്പെരിറ്റിയും ഇരിക്കുന്നത്. അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ആർ നോട്ട് എക്സ്ക്ലൂസീവ് ഓഫ് ഈച്ച് അതർ, ദേ മൂവ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്നതാ? അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയെ നമുക്ക് വേറിട്ട് കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളല്ല. ദേ മൂവ് ഹാൻഡ് ഇൻ ഹാൻഡ്. അവർ ഒരേപോലെ പോകുന്ന രണ്ട് സെക്ടേഴ്സ് ആണ് ഇത് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, the agro industries in India have given a major boost to agriculture by raising its productivity. അതായത് അഗ്രോ ഇൻഡസ്ട്രികൾ, അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഇൻഡസ്ട്രികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചറിന്റെ മേഖലയ്ക്ക് വളരെ വലിയൊരു ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉണർവ് കൊടുക്കുന്ന ഒന്നാണ്. They depend on the latter for raw materials and sell their products such as irrigation pumps, fertilizers, insecticides, pesticides, plastic and PVC pipes, machines and tools etc. to the farmers. അതായത് ഈ റോ മെറ്റീരിയൽസിന്റെ ഈ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഡിപ്പെൻഡ് അപ്പോൺ അഗ്രികൾച്ചറൽ സെക്ടർ ഫോർ ദെയർ റോ മെറ്റീരിയൽസ്. അതേപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിന് കുറേ പ്രയോജനം ഉണ്ടാകുന്നുണ്ട് ഇൻഡസ്ട്രികളിൽ നിന്ന്. എന്തൊക്കെ പ്രയോജനങ്ങളാണ് നമ്മൾ പഠിച്ച്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഇറിഗേഷൻ പമ്പ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, പ്ലാസ്റ്റിക് ആൻഡ് PVC പൈപ്സ്, അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന ഫാമേഴ്സ് ഉപയോഗിക്കുന്ന ടൂളുകളൊക്കെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ മേഖലയുടെ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ദേ മൂവ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. Thus, development and competitiveness of manufacturing industry has not only assisted agriculturists in increasing their production but also made the production processes very efficient. അപ്പോൾ അഗ്രികൾച്ചറലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ ഇൻഡസ്ട്രികൾ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, പിന്നെ എന്തിനോട് സഹായിക്കുന്നുണ്ട്? അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ടും അവരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ അഗ്രികൾച്ചറിന്റെ മേഖലയെ ഇൻഡസ്ട്രികൾ സഹായിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സസ് വളരെ എഫിഷ്യൻ്റ് ആക്കുന്നുണ്ട് ബൈ യൂസിങ് ദ ടൂൾസ് മെയ്ഡ് ബൈ manufacturing sector. In the present day world of globalization, our industry needs to be more efficient and competitive. ഇന്നത്തെ ഗ്ലോബലൈസേഷൻ്റെ ഒരു വേൾഡാണ്. അതായത് ഒരു രാജ്യത്ത് ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ മാത്രമല്ല വിറ്റഴിക്കുന്നത്, ഗ്ലോബൽ മാർക്കറ്റാണുള്ളത്. ആഗോള വ്യാപകമായിട്ട് തന്നെ ഓരോ രാജ്യത്തും ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയെന്ന്, ഇൻഡസ്ട്രിയുടെ മേഖലയെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം? കൂടുതൽ എഫിഷ്യൻറ്റും അതോടൊപ്പം കോമ്പറ്റീറ്റീവും ആയിരിക്കണം. സെൽഫ് സഫിഷ്യൻസി എലോങ് ഈസ് നോട്ട് ഇനഫ്. Our manufactured goods must be at par in quality with those in the international market. Only then will we be able to compete in the international market. അപ്പോൾ സെൽഫ് സഫിഷ്യൻസി മാത്രം പോരാ, അത് നമുക്ക് സ്വയം പര്യാപ്തത, അതായത് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാത്രം പോരാ നമുക്ക്. പിന്നെ എന്ത് വേണം? ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള, അതായത് മറ്റ് രാജ്യങ്ങളുടെ പ്രൊഡക്ട്സ് വരുമ്പോൾ അതിനോട് കിടൻ പിടിക്കത്തക്ക രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് നമ്മളും എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. അതും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇന്റർനാഷണൽ മാർക്കറ്റിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഏറ്റവും ഗുണനിലവാരമുള്ള, ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയ ഗുണനിലവാരമുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കോണമിക് ഡെവലപ്മെന്റിന് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്.
Next, contribution of industry to national economy. Over the last 2 decades, the share of manufacturing sector has stagnated at 17% of GDP out of a total of 27% for the industry, which includes 10% for mining, quarrying, electricity and gas. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രി ടു നാഷണൽ ഇക്കോണമിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ലാസ്റ്റ് 2 ഡീക്കേഡ്സ് നോക്കുമ്പോൾ GDP-യിലുള്ള മാനുഫാക്ചറിങ് സെക്ടറിന്റെ ഷെയർ എന്ന് പറയുന്നത് സ്റ്റാഗ്നേറ്റഡ് ആയിട്ടല്ലേ, ഒരേ നിശ്ചലമായിട്ട് നിൽക്കുവാണ്. അത് 17% ആണ് പറയുന്നത്. അതായത് ആകെ 27% ഉള്ളതിൽ 10% എന്ന് പറയുന്നത് മൈനിങ്, ക്വാറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ഇങ്ങനെയുള്ള മേഖലകൾക്കും ബാക്കി വരുന്ന 17% എന്ന് പറയുന്നത് ഈ മാനുഫാക്ചറിങ് സെക്ടറിനുമാണ് ഉള്ളത്. വാട്ട് ഈസ് GDP? Final value of goods and services produced within the geographical boundaries of a country during a specific period of time, normally a year, that is known as GDP. This is much lower in comparison to some East Asian economies where it is 25 to 35%. അപ്പം മറ്റു ചില ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയായിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി പുറകിലാണ്. അവരുടെയൊക്കെ ഈ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 25 to 35% ആണുള്ളത്. The trend of growth rate in manufacturing over the last decade has been around 7% per annum. നമ്മൾ കഴിഞ്ഞ ഒരു നോക്കുമ്പോൾ നമുക്കുണ്ടായ ഈ വ്യവസായ വളർച്ച എന്ന് പറയുന്നത് ഒരു വർഷം 7% ആണ് ഉണ്ടായിരിക്കുന്നത്. ദ ഡിസൈഡ് ഗ്രോത്ത് റേറ്റ് ഓവർ ദ നെക്സ്റ്റ് ഡീക്കേഡ് ഈസ് 12%. അടുത്ത ഡീക്കേഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 12%. സിൻസ് 2003 മാനുഫാക്ചറിംഗ് ഈസ് വൺസ് അഗെയിൻ ഗ്രോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് 9 to 10% per annum. 2003 വരെ മാനുഫാക്ചറിംഗ് മേഖലയ്ക്ക് വളർച്ച ഉണ്ടായത് 9 to 10% ആണ് പെർ ആനം ഉണ്ടായത്. വിത്ത് അപ്രോപ്രിയേറ്റ് പോളിസി ഇന്റർവെൻഷൻസ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് റിന്യൂഡ് എഫേർട്സ് ബൈ ദ ഇൻഡസ്ട്രി ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ഇക്കോണമിസ്റ്റ് പ്രെഡിക്ട് ദാറ്റ് മാനുഫാക്ചറിംഗ് ക്യാൻ അച്ചീവ് ഇറ്റ്സ് ടാർഗറ്റ് ഓവർ ദ നെക്സ്റ്റ് ഡീക്കേഡ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ചില പോളിസികളുടെ ഫലമായിട്ടും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രികൾ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് എടുത്ത സ്റ്റെപ്പുകളുടെയൊക്കെ ഫലമായിട്ടും സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അടുത്ത ഡീക്കേഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ മാനുഫാക്ചറിംഗ് സെക്ടറിന് ഏറ്റവും നല്ല ഒരു വളർച്ച നമ്മൾ അച്ചീവ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ദ നാഷണൽ മാനുഫാക്ചറിംഗ് കോമ്പറ്റീറ്റീവ്നെസ് കൗൺസിൽ ഹാസ് ബീൻ സെറ്റ് അപ്പ് വിത്ത് ദിസ് ഒബ്ജക്റ്റീവ്. അപ്പം നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് ഒരു വളർച്ച ഉണ്ടാകാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് പറയുന്നത് NMCC എന്ന് പറയുന്നത്. നെക്സ്റ്റ്, which are the factors affecting the location of an industry? Industry locations are complex in nature. These are influenced by availability of raw material, labor, ക്യാപിറ്റൽ, പവർ ആൻഡ് മാർക്കറ്റ് എക്സെട്ര. നമുക്കറിയാം നമ്മളൊരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പം നമ്മൾ ആ സ്ഥലത്ത് പോയി നോക്കും, നമുക്ക് അവിടെ റോ മെറ്റീരിയൽസ് അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പം നമുക്കറിയാം കോട്ടൺ ഫാക്ടറീസ്, കോട്ടൺ ഇൻഡസ്ട്രികൾ കൂടുതലും സെറ്റപ്പ് ചെയ്തിരിക്കുന്ന കോട്ടൺ ഗ്രോയിങ് ഏരിയാസിലാണ്. ആ റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയയിൽ തന്നെയാണ് ഫാക്ടറികളെങ്കിൽ കുറച്ചുകൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവർക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ് റോ മെറ്റീരിയൽ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടോ എന്ന് നോക്കും, ലേബറേഴ്സിനെ, തൊഴിലാളികളെ കിട്ടുമോ എന്ന് നോക്കും, ക്യാപിറ്റൽ ഉണ്ടോ എന്ന് നോക്കും, പവർ, ഇലക്ട്രിസിറ്റി അതുപോലുള്ള പവർ സപ്ലൈ ഉണ്ടോ എന്ന് നോക്കും, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് വിറ്റഴിക്കാനായിട്ടുള്ള മാർക്കറ്റ് അടുത്താണോ എന്ന് നോക്കി. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടേ ഉള്ളൂ ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യത്തുള്ളൂ. It is rarely possible to find all these factors available at one place. പക്ഷേ ഈ എല്ലാ ഫാക്ടേഴ്സും കൂടെ ഒരു സ്ഥലത്ത് കിട്ടുക എന്നുള്ളത് വളരെ റയറാണ്. Consequently, manufacturing activity tends to locate at the most appropriate place where all the factors of industrial location are either available or can be arranged at lower cost. അപ്പോൾ കൂടുതലും ചെയ്യുന്നത് എന്താ, ഒന്നുകിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം ഒരുപോലെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്നത് ലോവർ കോസ്റ്റിൽ ഈ ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കും. After an industrial activity starts, urbanization follows. Sometimes industries are located in or near the cities. അപ്പം നമുക്കറിയാം
ഫാക്ടറികളൊക്കെ സ്ഥാപിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നഗരവൽക്കരണം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാമങ്ങളൊക്കെ നഗരങ്ങളായിട്ട് മാറും. ചില സമയം ഫാക്ടറികൾ സ്ഥാപിക്കുന്നത് സിറ്റികളിലായിരിക്കും. Thus, industrialization and urbanization go hand in hand. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും വ്യവസായവൽക്കരണവും എന്ന് പറഞ്ഞാൽ എന്താ, ഫാക്ടറികളുടെ സെറ്റപ്പും അതോടൊപ്പം തന്നെ ഈ ഗ്രാമങ്ങൾ നഗരങ്ങളാകുന്ന പ്രക്രിയയും ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. Cities provide markets and also provide services such as banking, insurance, transport, labor, consultants and financial advisors, etc. to the industry. പല ഇൻഡസ്ട്രികളും എന്ത് ചെയ്യാറുണ്ട്, they tend to come together to make use of the advantages offered by the urban centers known as അഗ്ലോമറേഷൻ ഇക്കണോമീസ്. അതായത് പല ഇൻഡസ്ട്രികളും എന്ത് ചെയ്യാറുണ്ട്, ഒരേ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ആ അർബൻ സെന്റേഴ്സിന്റെ അല്ലെങ്കിൽ ആ നഗരങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം പലപ്പോഴും സൃഷ്ടിച്ചെടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഇക്കോണമിയെ പറയുന്ന പേരാണ് അഗ്ലോമറേഷൻ ഇക്കോണമീസ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് കാണും. അതായത് കുറേ ഇൻഡസ്ട്രികൾ ഒരേ മേഖലയിൽ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളും കണ്ടിട്ടുള്ളതാണ്. ഗ്രാജുവലി എ ലാർജ് ഇൻഡസ്ട്രിയൽ അഗ്ലോമറേഷൻ ടേക്സ് പ്ലേസ്. അങ്ങനെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ അഗ്ലോമറേഷൻ ആണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇൻ ദ പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ് മോസ്റ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് വെർ ലൊക്കേറ്റഡ് ഇൻ places from the point of view of overseas trade such as Mumbai, Kolkata, Chennai, etc. നമുക്കറിയാം പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ശരിക്കും മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ലൊക്കേറ്റ് ചെയ്തിരുന്നത് എവിടെയായിരുന്നു, ഓവർസീസ് ട്രേഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് കൂടുതലും നമുക്കറിയാം പോർട്ടുകളോട് ചേർന്നാണ് അന്നുള്ള കൂടുതലും ഇൻഡസ്ട്രിയൽ സെന്ററുകൾ ഉണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, എക്സെട്ര. Consequently, there emerged certain pockets of industrially developed urban centers surrounded by a huge agricultural rural hinterland. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളാണ് പതിയെ പതിയെ എന്തായിട്ട് മാറിയത്, ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് ആയിട്ടുള്ള മേഖലകളായിട്ട് മാറിയിരിക്കുന്നത്. ഇനി ഒരു ടെക്സ്റ്റ് ബുക്ക് ഇൻഡസ്ട്രി മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, അത് എല്ലാവരും ഒന്ന് വായിക്കുക. ദ കീ ടു ഡിസിഷൻ ഓഫ് ദ ഫാക്ടറി ലൊക്കേഷൻ ഇസ് ദ ലീസ്റ്റ് കോസ്റ്റ്. ഒരു ഫാക്ടറി ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യാനുള്ള ഏറ്റവും കീ ഫാക്ടർ എന്ന് പറയുന്നത് ലീസ് കോസ്റ്റ് ആണ്. അതായത് അവിടെ ഫാക്ടറി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എവിടെയാണ് ചെയ്യാൻ പറ്റുന്നത് ആ ലൊക്കേഷൻ ആയിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റ് പോളിസീസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ലേബർ ഓൾസോ ഇൻഫ്ലുവൻസ് ദ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ ഗവൺമെന്റുകളുടെ ഇൻഡസ്ട്രികളോടുള്ള പോളിസികളും അതോടൊപ്പം തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സ് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടുമോ എന്നുള്ളതും ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോഡക്ട്സ് നമുക്ക് കാണാൻ പറ്റും. ട്രാൻസിസ്റ്റേഴ്സ്, ഇലക്ട്രിക് ബൾബ്സ്, വെജിറ്റബിൾ ഓയിൽ, സിമെന്റ്, ഗ്ലാസ് വെയർ, പെട്രോൾ, മാച്ചസ്, സ്കൂട്ടേഴ്സ്, ഓട്ടോമൊബൈൽസ്, മെഡിസിൻസ്, ഇങ്ങനെ കുറേ പ്രോഡക്ട്സ് കാണാൻ പറ്റും. ഇതെല്ലാം നമുക്കറിയാം, ഇവരൊക്കെ ഈ ഓരോ പ്രൊഡക്ട്സും ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് വ്യത്യസ്തമാണ്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് we can divide the industries into several types. First, we are going to discuss the first type of industry on the basis of raw material. First one, agro-based industries. The industries which use the agricultural products as their raw materials is known as agro-based industries. For example, cotton, woolen, jute, silk, textile, rubber and sugar, tea, coffee, edible oil. Next type of industry, mineral based industry. Iron and steel industry, cement, aluminium, machine tools, petrochemicals. These industries use the raw materials from minerals. And according to their main role, we can divide the industries into two types. Basic or key industries and the second one, consumer industries. Basic or key industries means the industries are those which supply their products as raw materials to manufacture other goods. For example, iron and steel and copper smelting, aluminum smelting, etc. അതായത് മറ്റുള്ള ഇൻഡസ്ട്രികൾക്ക് റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് കീ ഓർ ബേസിക് ഇൻഡസ്ട്രീസ്.
Next type of industry, consumer industries. Industries that produce goods for directed use by consumers. അതായത് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രികളെ പറയുന്ന പേരാണെന്ത്? കൺസ്യൂമർ ഇൻഡസ്ട്രീസ്. ഫോർ എക്സാമ്പിൾ ഷുഗർ, toothpaste, paper, sewing machines, fans, etc. On the basis of capital investment, we can divide the industries into different sectors. First one, small scale industry. Small scale industry means it is defined with reference to the maximum investment allowed on the assets of a unit. This limit has changed over a period of time. At present, the maximum investment allowed is ₹1 crore. അതായത് എന്തുമാത്രം പണമാണ് ആ ഇൻഡസ്ട്രി തുടങ്ങാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ₹1 crore വരെ, മാക്സിമം ₹1 crore വരെ ഉപയോഗിച്ച് ചെയ്യുന്ന ഇൻഡസ്ട്രികളെ പറയുന്ന പേരാണെന്ത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. Next, on the basis of ownership, we can divide the industries. First, public sector industries means the industries which owned and operated by government agencies are known as public sector industries. For example, PEL, SAIL, etc. Next one, private sector industries. These private sector industries are owned and operated by individuals or a group of individuals. For example, Tisco, Bajaj Auto Limited, Dabur Industries, etc. Next type of industry on the basis of ownership is joint sector industries. Joint sector industries which are jointly run by the state and individuals or a group of individuals. ഗവൺമെന്റിന്റെയും വ്യക്തികളുടെയും പൊതുവായിട്ടുള്ള ഉടമസ്ഥാവകാശത്തിലുള്ള ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രികളെ പറയുന്ന പേരാണെന്ത്? ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രീസ്. Example, Oil India Limited. It is jointly owned by public and private sector. Next, cooperative sector. Cooperative sector industries are owned and operated by the producers or suppliers of raw materials, വർക്കേഴ്സ് ഓർ ബോത്ത്. ഈ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്നതാ? ഈ റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരും അല്ലെ അത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും അതിന്റെ വർക്കേഴ്സും എല്ലാം കൂടെ ഒരുമിച്ച് നടത്തുന്ന ഇൻഡസ്ട്രികളെ പറയുന്ന പേരാണ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ദേ പൂൾ ഇൻ ദ റിസോഴ്സസ് ആൻഡ് ഷെയർ ദ പ്രോഫിറ്റ്സ് ഓർ ലോസസ് പ്രൊപ്പോർഷനേറ്റ്ലി. അതായത് ഇവരെന്ത് ചെയ്യും? അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവർ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സച്ച് എക്സാമ്പിൾസ് ആർ ദ ഷുഗർ ഇൻഡസ്ട്രി ഇൻ മഹാരാഷ്ട്ര, the coir industry in Kerala. Based on the bulk and weight of raw material and finished goods, we can divide the industries into two types. അതായത് എന്തുമാത്രം റോ മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻഡസ്ട്രികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഹെവി ഇൻഡസ്ട്രീസ് സച്ച് ആസ് അയൺ ആൻഡ് സ്റ്റീൽ. ഹെവി ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ്, ലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ്. ദാറ്റ് യൂസ് ലൈറ്റ് റോ മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡ്യൂസ് ലൈറ്റ് ഗുഡ്സ് സച്ച് ആസ് ഇലക്ട്രിക്കൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. ഇലക്ട്രിക്കൽ ഗുഡ്സ് ഇൻഡസ്ട്രി പോലുള്ള മേഖലയിൽ വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഇൻഡസ്ട്രികളെ പറയുന്ന പേരാണെന്ത്? ലൈറ്റ് ഇൻഡസ്ട്രീസ്.